ഹലോ കൂട്ടുകാരെ. അപ്പോൾ ഇന്ന് അമ്മാമ്മ നടക്കാൻ പോവാന്ന് പറഞ്ഞു. അപ്പോൾ കൂടെ ഞാനും വരാമെന്ന് പറഞ്ഞു. ഞാനും കൂടെ പോവാണ്. അപ്പോൾ ഇന്ന് പാടത്തെ വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത്. പണ്ടൊക്കെ ഇവിടെ ഫുൾ പാടം, ഫുൾ ഒരു വയലായിരുന്നു. അപ്പോൾ ഇവിടെ നിന്നായിരുന്നു നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളവർക്കൊക്കെ നെല്ല് കിട്ടിയിരുന്നത്. ഇപ്പോൾ ആ സ്ഥലമൊക്കെ വെട്ടിക്കുറച്ച് ഇങ്ങനെ റോഡൊക്കെ ആക്കി അവിടെ ഫ്ലാറ്റുകളും വില്ലകളൊക്കെ വരാൻ പോവാണ്. അപ്പോൾ ഇത് ഒരു വില്ല പണിതുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇത് അവിടെ ഞാനൊരു പൂ കണ്ടു. അപ്പോൾ ആ പൂ പറിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ സൈഡിലായിട്ട് ഇറങ്ങുവാണ്. അപ്പോഴേ അവിടെ സൂക്ഷിച്ച് നോക്കിയപ്പോൾ വെള്ളം കിടക്കുന്നു. പിന്നെ വെള്ളത്തിൽ ചവിട്ടണ്ടല്ലോ എന്ന് വിചാരിച്ച് നേരെ ഞാൻ അവിടെ നിന്ന് ചാടി ഇറങ്ങുവാണ്. എന്നിട്ട് ഇതേ അമ്മമ്മയുടെ കൂടെ ഇങ്ങനെ നടക്കാൻ വേണ്ടി ഇങ്ങനെ അവിടുത്തെ കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുവാണ്. അപ്പോൾ ആരൊക്കെ ഇങ്ങനെ വൈകുന്നേരമൊക്കെ നടക്കാൻ പോകണത്, നല്ല രസമല്ലേ ഇങ്ങനെയൊക്കെ നടക്കാൻ. അപ്പോൾ ഇതേ അവിടെ ഞാൻ ഇങ്ങനെ കറി വെക്കുന്ന ചെമ്പല എന്ന് പറഞ്ഞപ്പോൾ അത് പറിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് പറിച്ചിട്ട് നല്ല ശക്തിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം അങ്ങോട്ട് പറിച്ചു. അപ്പോൾ കൈ കിട്ടിയില്ല, താഴെ പോയി. പിന്നെ ഞാൻ പറിക്കാൻ നിന്നില്ല, വെറുതെ എന്തിനാ പറിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ കണ്ട ആ പൂവുണ്ട് കേട്ടോ. അപ്പോൾ അത് 2-3 തവണ പറിച്ചു. ഇത് പറിക്കുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അതെനിക്ക് മറക്കാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ പറിച്ച് ഞാൻ ഇങ്ങനെ നടക്കുകയാണ്. കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തായിരുന്നു. അത് പറിച്ച് ഞാൻ അങ്ങനെ നടന്നു. തല കുത്തി പറഞ്ഞ് വീഴണമല്ലായിരിക്കും ചിക്കക്ക് വന്നതാണ്. പക്ഷേ ഞാൻ അവിടെ നിന്ന് എടുത്ത് ചാടിയതാണ്. അപ്പോൾ ഈ പൂവൊക്കെ പറിച്ച് എന്ത് ലുക്കാണല്ലേ ആ പൂവിനെ കാണാൻ വേണ്ടി, സൂര്യകാന്തി പൂ പോലെ. അപ്പോൾ ഇത് ഈ കനാലിൽ നിന്ന് വന്ന വെള്ളമാണ് ഇത്. അപ്പോൾ വെള്ളമൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നു. പിന്നെ ഈ സൂര്യൻ്റെ ചുറ്റും ഇങ്ങനെ കാർമേഘം വന്ന് നിന്നിട്ട് എന്തോ നല്ല രസമുണ്ട് കാണാനായിട്ട്. എന്തോ സൂര്യനെ നല്ല ഹൈലൈറ്റ് ആയിട്ട് കാണിക്കുന്ന പോലെ തോന്നുന്നുണ്ട് ആ കറുത്ത കാർമേഘമൊക്കെ വന്നിട്ട്. അപ്പോൾ അതേ പോവാൻ നേരത്ത് നമ്മളെ റോഡാണ് ഇത്. ഇത് കണ്ട ഉണ്ണിയപ്പം വറക്കുന്ന ആ ഒരു തവിയില്ലേ, അതുപോലെ തോന്നും. കാരണം ഈ റോഡിലെ കുഴികളൊക്കെ ഉണ്ണിയപ്പം ആ ഒരു പാനിലെ കുഴി പോലെ ഇങ്ങനെ നിരന്നങ്ങ് കിടക്കുവാണ്. അടുപ്പിച്ചടുപ്പിച്ച് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ നമ്മളത് വീടെത്താറായി. അപ്പോൾ നല്ല മഴക്കാറുണ്ട്. അപ്പോൾ മഴ പെയ്യണേക്കാൾ മുമ്പ് വീട്ടിലെത്താം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.